Good afternoon, everyone. Please mark your attendance. Grace, please turn on your video. Avani, video ശരിക്കും വെച്ച് തല തിരിഞ്ഞായിരിക്കുന്നത്. Avani Santosh. Good. Okay, let us start. Okay. Find the then exercise 12.1. 5 ഇന്നലെ കംപ്ലീറ്റ് ആക്കിയിട്ടായിരുന്നല്ലേ? അത് 2.5 ആണ് ആൻസറായിട്ട് അവരുടെ വരുന്നത്. ആൻസർ 2.5 ആണ്. ഓക്കെ, then next one is find the ratio of the following 81 to 108. then how can we do this? നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, നമുക്ക് ഓഫ്ലൈനിൽ വന്നു കഴിയുമ്പോൾ ഒന്നും കൂടെ പോവാട്ടോ. ഓക്കെ, ഓഫ്ലൈനിൽ പോകുമ്പോൾ നമുക്ക് ഒന്നും കൂടി ഇത് റിവിഷൻ പോവോ എന്തെങ്കിലും വെച്ച് നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. ഈ പാഠം അങ്ങനെ തീർന്നു കഴിയുമ്പോൾ നമുക്ക് റിവിഷൻ സ്റ്റാർട്ട് ചെയ്യാം. അന്നേരം നമ്മൾക്ക് നിങ്ങൾക്ക് ക്ലിയർ അല്ലാത്ത ഒന്നുകൂടെ ബോർഡേ ചെയ്തു പോവാം. അപ്പോൾ ക്ലിയർ ആയിക്കോളും. ഓക്കെ, ഈ ആഴ്ച കൊണ്ട് അടുത്ത ആഴ്ച കൊണ്ട് നമുക്ക് ഈ പാഠം തീർത്തിട്ട് പോവാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദ ഫോളോയിങ്. ഓക്കെ, ദാറ്റ് ഈസ് 81 ഈസ് ടു 108 അല്ലേ? ഈസ് ടു 108 അല്ലേ? ഇതിൻ്റെ റേഷ്യോ കണ്ടുപിടിക്കണ്ട അല്ലേ? ചെറിയ പിള്ളേരൊന്നുമല്ല, വലിയ കുട്ടികളായി, വലിയ നമ്പേഴ്സൊക്കെ തരുന്നത്. സോ ഹൗ ക്യാൻ വി ഫൈൻഡ് ഇറ്റ്സ് റേഷ്യോ? ഏതായാലും ഇവിടെ 81 ആണ് അല്ലേ? സോ വി ക്യാൻ യൂസ് ദ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഓഫ് 9. Yeah, good. 9. Okay, 9. Okay, so that is പണി മുടക്കുന്നല്ലോട് വല്ലപ്പോഴും ഒക്കെ. ഓക്കെ, then 9 9s are 81 അല്ലേ? then 108ൽ എത്ര 9 ഉണ്ടോ? 108ൽ എത്ര 9 വരും? we know 9 9s are 81, 9 10s are 90, 9 11s are 99, 9 10s are 90 ആകുമ്പോൾ 9 11s are 99 അല്ലേ? പിന്നെ ഒരു 108 ഒരു 9 അല്ലേ കൂടുതലുള്ളൂ. ദാറ്റ് മീൻസ് 12 അല്ലേ? 12 × 9 ഒന്ന് ചെയ്ത് നോക്കിക്കേ നിങ്ങൾ. 12 × 9 ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിക്കേ. ആൻസർ ഈസ് 108 ആണല്ലേ? ദാറ്റ് ഈസ് 12. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇനി നമുക്കിതിനെ സിംപ്ലിഫൈ ചെയ്യാം. ഓക്കെ, this is 9 and this is 12. Then we can use multiplication table of 3. Yeah, good. That is 3 is to പിന്നെ 4. Yeah, 4. So answer is 3 is to 4. Clear? Answer is 3 is to 4. Then 90 82 63. 90 82 63. എന്താണ് 98 to 63 is equal to which number we can use here? 98 ഉം 63 ഉം 49 into 2 is equal to 98. 49 into 63 ആകുമ്പം ഏത് മൾട്ടിപ്ലിക്കേഷൻ ടേബിളാണ് ഉപയോഗിക്കാൻ പറ്റുന്നത്?
ടൂവിൻ്റെ പറ്റത്തില്ല, കാരണം 3 ഉള്ളത് കൊണ്ട് അല്ലേ. 3യുടെ നോക്കിക്കേ, 3 3s are 9, പിന്നെ 8ൽ 3 പറ്റത്തില്ല. സോ 9 എടുത്താൽ 9 9s are 9 അല്ലേ. 9ൻ്റെ എടുത്താൽ 9 9s 8, പക്ഷെ 9ൽ 8ൽ പറ്റില്ല. സോ ദെൻ 5 എടുക്കാൻ പറ്റില്ല. 6 എടുത്താലോ 166ഉം ദെൻ 63ൽ പറ്റത്തില്ല. 6 എടുത്താലോ പറ്റത്തില്ല. 7 എടുത്താലോ നോക്കാം. 7 9s are 63 വരും. ദെൻ 7 × 10 17ഉം, അപ്പോൾ 7 × അവസാനം 8 അല്ലേ വരണ്ടേ. ഗുഡ്. 14 × 7 98 വരുന്നുണ്ട്. എന്താണ് 7 എടുക്കാം നമുക്ക്. 63ക്കകത്ത് നമുക്ക് എടുക്കാൻ പറ്റുന്നത് 7 ആണ്. സോ 98നെ നിങ്ങൾ നോർമൽ ഇതിൽ നിന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിക്കേ. നോർമൽ ഡിവിഷനിൽ 9 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം, നേരപ്പോൾ 14 എന്ന് കിട്ടും. ഓക്കെ, മിസ് ഇപ്പോൾ ഏകദേശം ഊഹം വെച്ച് പറഞ്ഞത് ആ എക്സ്പീരിയൻസ് കൊണ്ട് പറഞ്ഞാണ്. നിങ്ങൾക്കിപ്പം നമ്മൾ ഫസ്റ്റ് 7ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളാണ് സെലക്ട് ചെയ്തെങ്കിൽ നമുക്ക് പിന്നെ 63ൽ 7ൻ്റെ മനസ്സിലായി. ഇനി 98ൽ എത്ര 7 ഉണ്ടെന്ന് അറിയണമെങ്കിൽ 98നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ദാറ്റ് ഈസ് 14. ഓക്കെ, സോ വി ക്യാൻ റൈറ്റ് 14 ഈസ് ടു എത്രയാണ് 9 അല്ലേ. 9 7s are 63. ഇനി ഈ ഷോർട്ട് ചെയ്യാൻ പറ്റുമോ? ഒന്ന് 14ഉം ഒന്ന് 9ഉം ആണ്. ക്യാൻ വി? ഇല്ല. ഒന്ന് 3 കൊണ്ട് പറ്റുമ്പോൾ 1 3s are 3, 2 3 6 12 15 ആയി പോകും, പറ്റൂല. 2 കൊണ്ട് പറ്റൂല, കാരണം 9 ആയതുകൊണ്ട് പറ്റില്ല. 3 കൊണ്ട് പറ്റൂല, 4 കൊണ്ട് പറ്റില്ല. സോ വി ക്യാൻ ലീവ് ഇറ്റ് ലൈക്ക് ദിസ്. ഓക്കെ, ആൻസർ ഈസ് 14:9. ഓക്കെ, കാരണം ഇതിന് രണ്ടും കോമൺ ആയിട്ടൊരു മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് കിട്ടത്തില്ല. നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, കുറേ ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ക്വസ്റ്റ്യൻ കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇതെന്താ ഈ മിസ് ചെയ്ത് വെക്കുന്ന, ഏത് ലോകത്തെ അതൊന്നും ആരും ടെൻഷൻ അടിക്കണ്ട, അതൊക്കെ ശരിയായിക്കോളും കേട്ടല്ലോ. നെക്സ്റ്റ് എന്താണ് നമ്പർ? 33 കിലോമീറ്റർ ടു 121 കിലോമീറ്റർ. എൻ്റർ. എന്താണ് 33 കിലോമീറ്റർ ടു 121 kilometer. പോവാം അല്ലേ. ഈസ് ടു 100 നിങ്ങൾ നമ്പർ കാണാൻ മിസ്സിന് എളുപ്പമുണ്ട്. ഓക്കെ, 21. അപ്പോൾ ഇവിടെ 33യും 121 തമ്മിൽ എന്താണോ ബന്ധം? 33യും 120 എന്താ ബന്ധം? 1 പറ്റില്ല, 2 പറ്റില്ല, 3 പറ്റില്ല, 4 പറ്റില്ല, 5 പറ്റില്ല, 6 പറ്റില്ല, 7 പറ്റില്ല, 8 പറ്റില്ല, 9 പറ്റില്ല, 10 പറ്റില്ല, 11. 11 × 3 എത്രയാണ്? 33 ആണല്ലേ. സോ 121നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 121 കിട്ടും. നോക്കിക്കേ, 11 × 11 നോക്കിക്കേ. യെസ്, ഗുഡ്. ദാറ്റ് ഈസ് 11 × 11 ഈസ് ഈക്വൽ ടു, നിങ്ങൾ 121നെ 11 കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം, ഡിവിഷൻ നടത്തി നോക്കാം, നേരത്തെ കിട്ടും. സോ ആൻസർ ഈസ് 3:11. 3:11. Okay. Then 30 minutes to 45 minutes. 30 minutes to 45 minutes. ആരാണ് അവിടെ കോമൺ ആയിട്ടുള്ളത്? ആരാണ് അവിടെ കോമൺ ആയിട്ടുള്ളത്?
5. ഓക്കെ, ക്യാൻ വി ടെൽ സേ 12.1 ആരാണ് അവിടെ? 6th ഡി അല്ലേ? അവിടെ 5 കോമൺ ആയിട്ട് വരുമോ? പക്ഷെ ഒരു പ്രശ്നം എന്താണ്? 5 കോമൺ ആയിട്ട് വരുമ്പം 6ഉം നമുക്ക് എഴുതാം. എഴുതുമ്പോൾ ഒന്നുകൂടെ ക്ലിയർ ആവും. ഓക്കെ, ഓക്കെ. 30 minutes to ആ 45 minutes. ഷിഫ്റ്റ് 45 അല്ലേ? 4/5 ദാറ്റ് ഈസ് ഈക്വൽ ടു ഓക്കെ 5 വരണമെങ്കിൽ 6 വരുന്നില്ലല്ലോടാ, വേണമെങ്കിൽ കിടക്കുവാന്ന് തോന്നുന്നു. 6 then 5 into 9. ഓ 9. ഇനിയും ഇതിന് സിമ്പിൾ ചെയ്യാൻ പറ്റത്തില്ലേ? ഇതിന് സിമ്പിൾ ചെയ്യാൻ പറ്റത്തില്ലേ ആവണി? ഹൗ ക്യാൻ വി സിംപ്ലിഫൈ ദിസ്? ഷഹാന ഷെറിൻ കയറിയിട്ടുണ്ടോ? ഷഹാന ഷെറിൻ ക്ലാസ് കഴിയുമ്പോൾ മിസ്സിനെ ഒന്ന് വിളിക്കണം കേട്ടോ. ഓക്കെ, 6:9. 3 കൊണ്ട് പറ്റില്ല. 3 കൊണ്ട് പറ്റും. സോ ആറ്റ് ഈസ് ഈക്വൽ ടു 1:6 അല്ല സോറി 6 ആണ് നമ്മുടെ അടുത്ത് അല്ലേ? 3 ആകുമ്പം 2:3. ഇതിലും ചെറുത് നമുക്ക് കിട്ടാൻ പോകുന്നില്ല അല്ലേ? 2:3. ഇനി അടുത്ത നിങ്ങൾ തന്നെ ചെയ്യാം. മിസ്സിനോട് സംശയം ചോദിക്കാം. എല്ലാം മിസ്സ് തന്നിട്ട് നിങ്ങൾ കോപ്പി അടിക്കണ്ട. അടുത്ത തന്നെ ചെയ്തേ. ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദ ഫോളോയിങ്. തന്നെ ചെയ്യേ. സെവൻത് വൺ 30 minutes to 1.5 hours. Anybody got the answer? കിട്ടിയോ? ജോസി എങ്ങോട്ടാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്? നീ കണക്ക് ചെയ്യുവാണോ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കുകയാണോ ചെയ്യുന്നത്? ഞാൻ പേന എടുക്കാൻ മറന്നുപോയി. മോളെ, അങ്ങനെ ഓരോന്ന് എടുക്കാൻ മറന്നുപോയി കഴിയുമ്പോൾ ഓരോരുത്തരായിട്ട് വെയിറ്റ് ചെയ്യാൻ നേരമില്ല. നമ്മൾ മുമ്പോട്ട് പോകും. അന്നേരം ഇപ്പോൾ എടുക്കുന്ന മനസ്സിലാവത്തില്ല. മനസ്സിലാവാണ്ട് വന്നാൽ അതിൻ്റെ അപ്പുറത്ത് അടുത്തതും വരുന്ന മനസ്സിലാവത്തില്ല. ജോസി പോയോ? ഇല്ല, അത് ഏഞ്ചൽ വന്നു. ഓക്കെ കിട്ടിയോ? That is 30 is to 1.5. 1.5 hour ആണ്. അതിന് നമുക്ക് എന്താക്കി മാറ്റണം? മിനിറ്റ്സ് ആക്കി മാറ്റണം. 1 hour is equal to how many minutes? 1 hour is equal to 60 minutes. Okay, good. 60 minutes.
but we have 0.5 also, means half also. Then ഒന്നുകൂടെ വരുന്നില്ലേ? അപ്പം എത്ര വരും? 90 വരും. 0.5 പറഞ്ഞാൽ 60യുടെ പകുതിയല്ലേ മക്കളെ? ഹാഫ് എന്ന് പറയുമ്പോൾ 60യുടെ പകുതി 13 അല്ലേ? നമ്മുടെ ക്വസ്റ്റിനകത്ത് 1.5 എന്നല്ലേ പറഞ്ഞത്? അപ്പോൾ 1 എന്ന് പറയുമ്പോൾ തന്നെ 60 ആയി, പ്ലസ് 0.5 എന്ന് പറയുമ്പോൾ നമ്മൾ 1/2 പറയുന്നതാണ് 0.5 അല്ലേ? 0.5 എന്ന് പറയുമ്പോൾ 30 ആയി. അപ്പോൾ 60 + 30 എത്രയായി? 90 ആയി. ക്ലിയർ? 1.5 മണിക്കൂർ എന്ന് പറയുമ്പോൾ 90 മിനിറ്റാണ്. ഓക്കെ, 1.5 മണിക്കൂർ എന്ന് പറയുമ്പോൾ 90 മിനിറ്റ്, 90 മിനിറ്റ്സ് ആണ്. ഓക്കെ, സോ നൗ ഇറ്റ് ഈസ് ഈസി അല്ലേ? ഇപ്പോൾ ഈസി ആയില്ലേ? ഈസി ആയില്ലേ? ഇനി എന്താണ്? ഒന്നുകൂടെ പറയൂ. നമുക്ക് നമ്മളുടെ ക്വസ്റ്റ്യനിൽ നോക്കിക്കേ, 30 മിനിറ്റ്സ് ടു 1.5 അവേഴ്സ് എന്നാണ്. സോ നമുക്ക് രണ്ടിനെയും ഒരേ യൂണിറ്റിൽ വേണം. കേട്ടോ ഏഞ്ചലേ? നമുക്ക് രണ്ടിനെയും ഒരേ യൂണിറ്റിൽ വേണം. 1 മിനിറ്റും 1 അവേഴ്സിലുമാണുള്ളത്. 1 മിനിറ്റ്സിലും 1 അവേഴ്സിലുമാണുള്ളത്. സോ നമുക്ക് അവേഴ്സിനെ മിനിറ്റിലേക്ക് ചേഞ്ച് ചെയ്യണം. അവേഴ്സിനെ മിനിറ്റിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ ഇവിടെ 1.5 ആണുള്ളത്. അതായത് 1.5 മണിക്കൂറാണ് നമ്മുടെ കയ്യിലുള്ളത്. ഈ 1.5 മണിക്കൂറിനെ എങ്ങനെ നമ്മൾ മിനിറ്റിലേക്ക് മാറ്റും? ഇനി 1 മണിക്കൂർ എന്ന് പറയുമ്പോൾ 60 മിനിറ്റായി, പ്ലസ് അരമണിക്കൂർ എന്ന് പറയുമ്പോൾ 30 മിനിറ്റായി. ഈ 60യും ഈ 30നും കൂടെ ആഡ് ചെയ്യുമ്പോൾ 90 ആയി. മനസ്സിലായോ? അങ്ങനെയാണ് 90 ഇവിടെ കിട്ടിയത്. ക്ലിയർ? ഓക്കെ, സോ ഇനി നമുക്ക് സിമ്പിളല്ലേ? 30:90 എന്ന് പറയുമ്പോൾ 30നെ തന്നെ നമുക്ക് എടുക്കാം അല്ലേ? 30 ഒരു പ്രാവശ്യം, 90ൽ 3 ടൈംസ് വരും അല്ലേ? 90ൽ 3 ടൈംസ് വരും. സോ ആൻസർ ഈസ് 1:3. ഈ ഇടയ്ക്കിടയ്ക്ക് ക്ലാസ്സിൽ കയറുന്നവരും അതുപോലെ ശ്രദ്ധ അങ്ങോട്ടും ഇങ്ങോട്ടും കളയുന്നവർക്കും ഇതൊന്നും മനസ്സിലാവില്ല. കാരണം ഒന്നിൻ്റെ ബാക്കിയാണ് അടുത്തത് വരുന്നത്. വളരെ ശ്രദ്ധിച്ചിരുന്നാലേ മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ക്ലാസ്സിൽ വരിക. ഇടയ്ക്കിടയ്ക്ക് ക്ലാസ്സിൽ തന്നെ വേറെ ബിസിനസ് പോകുന്ന കുട്ടികൾക്ക് ഇത് വേറെ സബ്ജക്റ്റ് പോലല്ല. നമുക്ക് സയൻസോ സോഷ്യലോ എന്തൊക്കെയാണെങ്കിലും കുറച്ച് ലാംഗ്വേജ് അറിയാമെങ്കിൽ നമുക്ക് പഠിച്ച കാര്യം എഴുതി പിടിപ്പിക്കാം. പക്ഷേ മാത്സിൽ അങ്ങനല്ല, കണ്ടിന്യൂവേഷൻ വേണം. നിങ്ങളുടെ മാത്സിൻ്റെ പ്രോബ്ലം എന്ന് തന്നെ നിങ്ങൾ ചെറുപ്പത്തിൽ അഡീഷനും സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനും അതിൻ്റെ ഒരു 6th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻറ്റ് എത്ര സ്പീഡിൽ ചെയ്യണോ അത്രയും സ്പീഡിൽ നിങ്ങൾ ചെയ്യാനായിട്ടില്ല എന്നതാണ് മെയിൻ മിസ്റ്റേക്ക്. രണ്ടാമത്തെ മിസ്റ്റേക്ക്, ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കാനുള്ള ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡിലും നിങ്ങൾ നേടിയിട്ടുള്ളതല്ല എന്നുള്ളതാണ് പ്രശ്നം. കാരണം അന്നേരപ്പോഴും ഇതുപോലെ തന്നെയല്ലേ അല്ലേ? കണ്ടിന്യൂസ് ആയി മിസ്സുമാർ പറയുന്നതിന് അതുപോലെ ഫോളോ ചെയ്താൽ മാത്രമേ എന്തും നമുക്ക് എളുപ്പമാകുകയുള്ളൂ പഠന വിഷയത്തിൽ. അപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് ശ്രദ്ധിച്ചിരുന്നു, അല്ല 2-3 ക്ലാസ് കൂടാതെ പിന്നെ ക്ലാസ്സിൽ കയറി കഴിയുമ്പോൾ എന്താണെന്ന് ഒന്നും തിരിയത്തില്ല. പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടല്ലോ? പിന്നെ അത് മനസ്സിലായില്ല ഇത് മനസ്സിലായി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഇപ്പം നിങ്ങളെയും കൊണ്ട് എനിക്ക് 3ാം ക്ലാസ്സിൽ പോലെ സിലബസ് എടുക്കാൻ പറ്റുമോ? ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, 40 സെൻറ്റിമീറ്റർ ടു 1.5 മീറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 40 സെൻറ്റിമീറ്റർ ടു എന്താണ്? 1.5 meter. ഓക്കെ, ഗുഡ്. 1.5 ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇനി എന്ത് ചെയ്യണം? ഇവിടെ നമ്മൾ മെട്രിക് മെഷേഴ്സ് പഠിച്ചിട്ടുണ്ടല്ലോ. നിങ്ങളിപ്പോൾ 4ാം ക്ലാസ്സിലൊക്കെ മെട്രിക് മെഷേഴ്സ് പഠിക്കുന്നില്ലേ? അതിൻ്റെ ഉപയോഗമാണ് ഇവിടെ വരാൻ പോകുന്നത്. സെൻറ്റിമീറ്ററും മീറ്ററും തമ്മിലുള്ളത്. മീറ്ററിനെ സെൻറ്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. 4ലും 5ലും ഒക്കെ നമ്മൾ മെട്രിക് മെഷേഴ്സ് പഠിക്കുന്നുണ്ട്. അതിൻ്റെ ബാക്കിയാണ് ഇതിനകത്ത് വരുന്നത്. ഓക്കെ, സോ ഹൗ ക്യാൻ വി കൺവേർട്ട് 1.5 meter into centimeter?
എത്ര മീറ്റർ ആണോ 1 സെൻറ്റിമീറ്റർ? അതറിയാമോ? എത്ര മീറ്റർ ആണ് 1 സെൻറ്റിമീറ്റർ? സോറി, എത്ര സെൻറ്റിമീറ്റർ ആണ് 1 മീറ്റർ? പറ. എത്രയാണ്? പറഞ്ഞോ, തെറ്റിയാലൊന്നും കുഴപ്പമില്ല, പറഞ്ഞോ. 100 അല്ലേ? സോ 100 ആണ്. 100 എന്ന് പറയുമ്പോൾ 1 മീറ്റർ 5 സെൻറ്റിമീറ്റർ ഉണ്ട്. അപ്പോൾ ഇതിന് മൊത്തത്തിൽ എന്ത് വരും? 100 + 50 അല്ലേ? 150. ദാറ്റ് ഈസ് ഈക്വൽ ടു 40 ഈസ് ടു 150. എങ്ങനെ ഈ 150 എന്ന് കിട്ടിയോ? മനസ്സിലായോ? ഈ 1.5 മീറ്റർ ആണ്. അതിനെ നമുക്ക് സെൻറ്റിമീറ്ററിലേക്ക് മാറ്റണം. വി നോ 100 സെൻറ്റിമീറ്റർ ഈസ് ഈക്വൽ ടു 1 മീറ്റർ. സോ ഈ 1ൻ്റെ അടുത്ത് നമ്മൾ 100 എടുത്തു. ഈ 0.5 എന്ന് പറഞ്ഞാൽ ഹാഫ് ആണെന്ന് അർത്ഥം. അപ്പോൾ 100ൻ്റെ ഹാഫ് 50 ആണ്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 150 കിട്ടും. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? ഇനി നമുക്ക് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ? 10 ഈസി അല്ലേ? 10 കൊണ്ടാകുമ്പം അല്ല പിന്നെ എളുപ്പമാണ്. എന്ത് ചെയ്താൽ മതി? ഈ 0യും വെട്ടി ഈ 0യും വെട്ടിയാൽ മതി. അപ്പോൾ 4:15 എന്ന് കിട്ടും. അല്ലെങ്കിൽ 10 കൊണ്ട് മൾട്ടിപ്ലൈ ഡിവിഷൻ നടത്തിയാൽ മതി. അതും 4:15 എന്ന് കിട്ടും. ആൻസർ ഈസ് 4:15. ഇനി 4നും 15നും കോമൺ ആയിട്ട് ആരെങ്കിലും ഉണ്ടോ? 1 കൂട്ടണ്ട. 2 കൊണ്ട് പറ്റത്തില്ല, കാരണം 15 ആണ്. 3 കൊണ്ട് പറ്റത്തില്ല, കാരണം 4 ഉണ്ട്. 4 കൊണ്ട് പറ്റത്തില്ല, കാരണം 15 ആണ് അല്ലേ? 4 4 16 കഴിഞ്ഞാൽ പിന്നെ 4 4 16 ആണ് വരിക. അപ്പോൾ നമുക്ക് 4:15 എന്ന് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. ക്ലിയർ ആയോ? എന്താണ്ടൊക്കെ മനസ്സിലായിട്ടുണ്ടല്ലേ? ഇനി നിങ്ങൾ കുറേ തന്നെ ഇരുന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. എന്നിട്ട് സംശയം ഉണ്ടെങ്കിൽ മിസ്സിനെ വിളിക്കണം. ഓക്കെ, ഓഫ്ലൈനിലും നമുക്ക് വരാൻ പോകുന്ന ഭാഗ്യമുണ്ട്. നമുക്കൊന്ന് റിവിഷൻ ഓഫ്ലൈനിൽ പോകാം. അന്നേരം ഇപ്പോൾ കൂടുതൽ എളുപ്പമാകും എന്നോർത്തിട്ട് ഇപ്പം ആരും പ്രോബ്ലം ചെയ്യാതെ വരണ്ട. എല്ലാ പ്രോബ്ലം ചെയ്ത ശേഷം മാത്രം ക്ലാസ്സിലോട്ട് വന്നാൽ മതി. അന്നിപ്പം നമുക്ക് ഡൗട്ട് കൂടുതൽ ക്ലിയർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാനിനി വന്നാൽ പോയാൽ മതി. നിങ്ങളെ ആദ്യം പഠിക്കാൻ പോകുന്ന അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷനുമാണ്. അത് കഴിഞ്ഞിട്ട് 6th സ്റ്റാൻഡേർഡിൽ നമുക്ക് പഠിക്കാം. പകുതി കുട്ടികൾക്ക് പോലും ഈ ബേസിക് അറിഞ്ഞില്ല. അതുകൊണ്ടാണ് അവരിങ്ങനെ ഇരിക്കുന്നത്. എനിക്ക് കണക്കൊന്നും അറിയത്തില്ലേ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ലേ, എനിക്കൊന്നും പറ്റുന്നില്ലേ. എപ്പോഴും ഈ പല്ലവി വരാൻ കാരണം 6th സ്റ്റാൻഡേർഡിൻ്റെ പ്രശ്നമല്ല. ഒരു 2ാം ക്ലാസ് മുതലേ ഉള്ളത് പഠിപ്പിച്ച് വന്നാലേ ഇനി 6th സ്റ്റാൻഡേർഡിൽ പഠിക്കാൻ പറ്റത്തുള്ളൂ. നമുക്ക് 2ാം ക്ലാസ്സിലേക്ക് പോവാം അല്ലേ? 1 മാസം ഉണ്ട് നമ്മുടെ കയ്യിൽ, നോക്കാം. So then next one is 55 paisa to 1 rupees. Next one എന്താണ്? 55 paisa is to 1 rupees 1 അല്ലേ? ഇതേ 1. ഓ, *1. ഇനി പൈസയും റുപ്പീസും തമ്മിലുള്ള റിലേഷൻ എന്താ? പൈസയും റുപ്പീസും തമ്മിൽ റിലേഷൻ എന്താ? ജോസിക്കൊന്നും പറ്റില്ല. ജോസി താടി എന്താ ഇവിടെ ആ ഡെസ്കിലും കണ്ട് കൊടുത്തിട്ട് അവിടെ കിടന്നു. എന്നെക്കൊണ്ട് ഇതൊന്നും പറ്റത്തില്ലേന്ന് അല്ലേ ജോസി? സോ ഈസ് ഈക്വൽ ടു റുപ്പീസും പൈസയും തമ്മിലുള്ള റിലേഷൻ എന്താ മക്കളെ? ഇതും 4th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നുണ്ട്. ജോയലോട് ചോദിച്ചാൽ പറഞ്ഞു തരും കേട്ടോ. ഇതും നമ്മളിപ്പോൾ 4th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നുണ്ട്. റുപ്പീസും പൈസയും തമ്മിലുള്ള റിലേഷൻ എന്താ? ഹൗ മെനി പൈസ മേക്ക് 1 rupee? 100. ഗുഡ്, 100 ആണ് വരുന്നത് അല്ലേ? സോ വി ക്യാൻ റൈറ്റ് പൈസയിലാവുമ്പം ഓക്കെ, ഗുഡ്. വെയിറ്റ്,
55 ഈസ് ടു 100. ഇനി ഇതിൻ്റെ റിലേഷൻ കണ്ടുപിടിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? ഇനി ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുമോ? ഫിഫ്റ്റി 55 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 1 കൊണ്ട് പറ്റത്തില്ല, 2 കൊണ്ട് പറ്റുമോ? റുവൈസ് ഇപ്പോഴാണോ കയറുന്നത്? റുവൈസിന്റെ വേർ ഈസ് യുവർ യൂണിഫോം? പറ്റില്ല, 5 ഉള്ളൂ. ശരി, പക്ഷെ കണക്ക് മനസ്സിലാകാതെ വന്നു കഴിയുമ്പോൾ ഇങ്ങനെ എക്സ്ക്യൂസ് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവുമോ? വേർ ഈസ് യുവർ യൂണിഫോം? ഇതിന്റെ യൂണിഫോം എവിടെ? Forgot to wear. Why? What is the reason? How you forgot that? ഒരു സ്കൂളിലെ ബാക്കി എല്ലാ മക്കളും യൂണിഫോമിൽ കയറിയ നീ മാത്രം കയറുന്നില്ല. എന്താ ചെയ്യേണ്ടത്? സാധാരണ രീതിയിൽ ലീവ് ചെയ്തിട്ട് പോയിട്ട് യൂണിഫോം ഇട്ടിട്ട് വരാനാ സാറ് പറയാ. കാരണം ഒരു നിയമം വെച്ചാൽ അത് എല്ലാവർക്കും ബാധകമാണ്. മറവിക്കും മരുന്നുണ്ട് അല്ലേ? ബാക്കി എല്ലാ കുട്ടികളും യൂണിഫോമിൽ കയറുക, എന്നാൽ ഒരാൾക്ക് മാത്രം മറന്നു പോയി, ഒരാൾക്ക് വേണ്ടി മാത്രം നിയമം മാറ്റാൻ പറ്റുമോ? വേറെ ക്ലാസ്സിൽ യൂണിഫോം ഇടാത്ത കുട്ടികളോട് ലീവ് ചെയ്തിട്ട് പോയിട്ട് യൂണിഫോം ഇട്ടിട്ട് ക്ലാസ്സിൽ കയറാൻ സാറ് പറഞ്ഞേ. നീ തന്നെ പറ, എന്നാ ചെയ്യണ്ടേ? ഒന്നാമത് റെഗുലറായിട്ട് ക്ലാസ്സിൽ ശരിക്കും കയറില്ല, അന്നേരം തന്നെ അത് പഠിപ്പിക്കുന്ന പകുതി മനസ്സിലാവില്ല. ഓൾറെഡി ഓൺലൈനിലാകുമ്പം കണക്ക് വിഷമിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് മനസ്സിലാക്കാൻ. അപ്പോൾ എല്ലാം കൂടെ ചേർന്ന് കഴിയുമ്പോഴത്തെ അവസ്ഥ എന്താവും? ഏഞ്ചൽ പ്ലീസ് ടേൺ ഓൺ യുവർ വീഡിയോ. സോ നമുക്ക് പോയിന്റിലേക്ക് വരാം. ഓക്കെ, 55:100 ആണ് വന്നേക്കുന്നത്. എന്താ എടുക്കാൻ പറ്റുക? രണ്ടിനും കൂടെ കോമൺ ആയിട്ടുള്ളത് ആരാണ്? ആലോചിച്ച് നോക്കിക്കേ, ഏതാണ്? 5 എടുക്കാം അല്ലേ? 5 11s 55 വരും. ദെൻ 5 20s 100 വരും. ഇതൊക്കെ മനസ്സിലാവണമെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിയണം കേട്ടാ. 5ന്റെ ടേബിള് 50 വരെ നിങ്ങൾക്ക് അറിയാം അല്ലേ? 10 യൂണിഫോം ഇടാത്തവരാരൊക്കെയാ ക്ലാസ്സിലുള്ളത് ഇപ്പൊ നിലവില്? അറ്റ് പ്രസന്റ് റുവൈസിനാണ് ഞാൻ കണ്ടിട്ടുള്ളത്. റുവൈസ്, where is your uniform? ഫോർഗെറ്റോ? പോയി ഇട്ടിട്ട് വാ, വേഗം പോകോ. പോയി യൂണിഫോം ഇട്ടിട്ട് വരിക. Okay, continue. Then 5 into 10 is equal to 50. Then 5 into 11 is equal to 5 into 11 is equal to, എന്നാൽ ആലോചിച്ച് നോക്ക്, 50 വരെ 10 കൊണ്ടായപ്പോൾ 50 ആയല്ലോ. ദെൻ ഒരു 5 കൂടെ അല്ലേ കൂടുതൽ വരുന്നുള്ളൂ. അപ്പം നമുക്ക് എന്തെടുക്കാം? 11 എടുക്കാം അല്ലേ? 5 into 11 55. 5 into 11 55. Then is to ഇനി 100ല് 10ൽ എത്ര മക്കളെ? 10ൽ എത്ര 5 ഉണ്ട്? 2 ഉണ്ട്. അപ്പൊ 100ൽ എത്ര ആയിരിക്കണം? 20 അല്ലേ? 10ൽ 5 2 ടൈംസ് ഉണ്ട്. അപ്പൊ 100ൽ ആവുമ്പോൾ എന്ത് വരും? 20 ആയിരിക്കും അല്ലേ? അപ്പൊ 20നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിക്കേ. മുഹമ്മദ് ഒക്കെ, ഐ കാൺ സീ യു പ്രോപ്പർലി. ശരിക്കിരുന്നേ. സിറ്റ് സ്ട്രൈറ്റ്, ചാരി കിടക്കണ്ട. സിറ്റ് സ്ട്രൈറ്റ്, സിറ്റ് പ്രോപ്പർലി മുഹമ്മദ് കെ. ഓക്കെ, ദെൻ പിന്നെ 20യെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിക്കേ. സോ ആൻസർ ഈസ് 20 അല്ലേ? 20 into 5 100. So answer is 20.
Okay. Then next question, 500 milliliter to 2 liter. 500 milliliter to 2 liter. ഇനി നമുക്ക് ലിറ്ററും മില്ലി തമ്മിലുള്ള ബന്ധമാണ് പഠിക്കേണ്ടത്. ഇതും നിങ്ങൾ മെട്രിക് മെഷേഴ്സിൽ ഓൾറെഡി താഴെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. മില്ലി ലിറ്ററും ലിറ്റേഴ്സും തമ്മിലുള്ള ബന്ധം എന്താണ്? എനിബഡി ക്യാൻ സേ? ഇല്ല എങ്കിൽ എന്ത് ചെയ്യണം തരണോ? 4th സ്റ്റാൻഡേർഡിലെ മാത്സിലെ ബുക്ക് എടുത്തിട്ടൊന്ന് പഠിച്ചു നോക്ക്. ഓക്കെ, ഈ കണക്ക് ചെയ്യാനിരിക്കുന്നതിന് മുമ്പ് 4th സ്റ്റാൻഡേർഡിലുണ്ട് ഇത് സെയിം പഠിക്കാൻ. അതിൻ്റെ സിമ്പിളായ ഫോമിലുണ്ട്, അതൊന്ന് പഠിച്ചിട്ട് ഇതിലേക്ക് കയറാം. ഓക്കെ, എന്താണ് 500 is to 2 liter is equal to. ഓക്കെ, എന്താണ് ലിറ്ററും മില്ലി ലിറ്ററും തമ്മിലുള്ള റിലേഷൻ? ആർക്കും ഉത്തരവ്? യെസ്, പറഞ്ഞോളൂ. 1 liter is equal to 1000 milliliter. 1 liter is equal to 1000 milliliter. Yeah, good. 1000 milliliter. Okay, 1 liter is equal to 1000 milliliter. Good. ഓർമ്മയുണ്ടല്ലേ? So we can write here we want 2 liter. Then that means 2000. 500 is to എത്രയാണ്? 2000. 2000. How we got 2000 here? ഇങ്ങനെ 2000 വന്ന എങ്ങനെയാ? മനസ്സിലായോ? അതായത് 1 ലിറ്റർ എന്നാൽ 1000 ml ആണ് അല്ലേ? അങ്ങനെ ആകുമ്പോൾ 2 ലിറ്റർ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 2000 milliliter. ഹൗ ക്യാൻ വി കൺവേർട്ട്? എങ്ങനെ നമുക്ക് സിമ്പിൾ ഫോമിലേക്ക് ആക്കി മാറ്റാം ഇതിനെ? ഓൾറെഡി 2 സീറോസ് അങ്ങ് വെട്ടിക്കളഞ്ഞാൽ പോവുക. അപ്പം തന്നെ ചെറിയ സംഖ്യ കിട്ടിയില്ലേ? ഇവിടെ 2 zeros ആർ ദെയർ ആൻഡ് ഹിയർ ആർ 2 zeros. ദാറ്റ് മീൻസ് ബാക്കി റിമൈനിങ് 5 and 20. എളുപ്പമായില്ലേ? സിമ്പിൾ തിങ്. ഇവിടെ 2 zeros ഉണ്ട്, ഇവിടെ 3 zeros ഉണ്ട്. അപ്പോൾ സോ ഈ 2 zeros ഈ 2 zeros നമ്മളങ്ങ് വെട്ടിക്കളയാം. പിന്നെ ബാക്കി എത്രയുള്ളത്? ബാക്കിയുള്ളത് 5:20. ഇനി സിമ്പിൾ അല്ലേ? Yes. Yeah. 5 which we can use? 5. 5. 5. And the source 1 is to 4. 4. കിട്ടിയോ? Okay, then next one. Next question, 8th question. In a year, Seema earns 1,50,000 and saves 50,000. Find the ratio. കണ്ടോ, ഒരു വർഷത്തിൽ സീമ എത്രയാണ്? 1,50,000 അതായത് 1,00,000 രൂപ ഏൺ ചെയ്യുന്നുണ്ട്, ദാറ്റ്സ് മീൻ നേടുന്നുണ്ട്. ആൻഡ് ഷീ സേവ്സ് 50,000. ദെൻ ഫൈൻഡ് ദ റേഷ്യോ ഓഫ്. എന്തിൻ്റെ റേഷ്യോ കാണേണ്ടത്? മണി ദാറ്റ് സീമ ഏൺസ് ടു മണി ഷീ സേവ്സ്. ജോസി ലിസൺ ഹിയർ. അതിൻ്റെ ഇടയ്ക്ക് ആരോടെ സംസാരിക്കാൻ പോന്നേ? സംസാരിച്ച് തീർന്നിട്ട് ക്ലാസ്സിൽ കയറിയിരിക്കേ കേട്ടോ. ഈ ക്ലാസ് എടുക്കുന്ന ഇടയ്ക്ക് ഒരു 3-4 വട്ടം ഞാൻ കാണുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നീ നോട്ട് എഴുതുന്നുണ്ടോ? നിന്റെ നോട്ടൊന്ന് കാണിച്ചു തന്നെ. പ്ലീസ് ഷോ മി യുവർ നോട്ട്ബുക്ക്. ജോസി, പ്ലീസ് ഷോ മി യുവർ നോട്ട്ബുക്ക്. ജോസി, നോട്ട് എടുത്ത് വെച്ചു. ഇത്ര നേരം നീ പിന്നെ എന്തെടുക്കുമായിരുന്നു? ഇത്രയും സമയം നീ ക്ലാസ്സിൽ പിന്നെ എന്തെടുക്കുമായിരുന്നു?
ഇത്രയും സമയം നീ ഇത്രയും കണക്കുകൾ നമ്മൾ ചെയ്തിട്ട് നീ നോട്ട് വെക്കാതെ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുമായിരുന്നോ? ഇതേ ലീവ് അടിച്ചോ? ആറാം ക്ലാസ്സിലെ കുട്ടികളാണ്, അവരോട് പറയണം നോട്ട് എടുക്കും മക്കളെ. ഒന്നിലും രണ്ടിലും കുഞ്ഞുങ്ങളോട് പറയുന്നല്ലോ നോട്ട് എടുക്കും മക്കളെ, ടെസ്റ്റ് എടുത്ത് മക്കളെ എന്ന് ഒന്നാം ക്ലാസ്സിലെ പിള്ളേരെ പറയുന്നല്ലോ പറയണോ? അത്ര സ്റ്റാൻഡേർഡ് നിങ്ങൾക്കായുള്ളോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ എ ഇയർ സീമ ഏൺസ് 1,50,000 and she saves 50,000. Find the ratio of money that Seema earns to the money she saves. That is, money Seema earns, that is equal to 1,50,000 അല്ലേ? Then is to 50,000. and next is money that Seema earns and money she saves. എത്ര മണി അവൾ സേവ് ചെയ്യുന്നത്? 50,000. 50,000. We want to find the ratio between these two അല്ലേ? So we can write 1,50,000 is to 50,000. Clear? And then what's the ratio? ഇത് സിമ്പിൾ ആണല്ലേ. ഇവിടെ 1, 2, 3, 4 zeros are here and here is also 4 zeros. We can cancel these 4 zeros അല്ലേ? സീറോസ് വല്ല വെട്ടിക്കളയാം. പിന്നെ നമുക്ക് എന്താ ബാക്കി വരുന്നത്? 50 15 50 is to 5. is equal to 5 അല്ലേ? Is to 5. Then what is which is the divisor we can use here? 5. Okay, is equal to 5. അപ്പം 3 5s are 15 and 1 5s are 5 അല്ലേ? 5. അപ്പം റേഷ്യോ ഈസ് 3:1. ഓക്കെ, ഇനി ആരുടെയിലൊക്കെ നോട്ടുണ്ട് ടെസ്റ്റ് ഉണ്ടെന്ന് മിസ് ചോദിക്കണോ? വേണോ?